UPI പേയ്മെന്റ് ചെയ്യുന്നവർക്ക് പുതിയ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചോ? നിലവിൽ നിങ്ങൾ UPI പേയ്മെന്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എമൗണ്ട് ടൈപ്പ് ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കും. ഇനി മുതൽ നമുക്ക് പാസ്വേഡിന്റെ ആവശ്യം തന്നെ ഇല്ല. UPI പാസ്വേഡ് നമ്മൾ മറന്നുപോയി കഴിഞ്ഞാലും നമ്മുടെ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ഫേസ് ഐഡിയോ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് പേയ്മെന്റുകൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിൽ കുറച്ച് റിസ്ക് കൂടെ ഉണ്ട്. ഐഫോൺ യൂസർ ആണെങ്കിൽ നമുക്കൊരു ഫേസ് ഐഡി കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലോ നമുക്ക് ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ഫോൺ അൺലോക്കിൽ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ ഫോണിൽ അവരുടെ ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ UPI ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് പേയ്മെന്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളറിയാതെ മറ്റൊരാൾ നമ്മുടെ ഫോണിൽ അവരെ ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. നിലവിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതിനാല് ആരും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കരുത്. അത് മാത്രമല്ല, നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം പാസ്വേഡ് കൊടുക്കുന്നതിന്റെ മുന്നേ എമൗണ്ട് നമുക്ക് കൺഫേം ചെയ്യാനുള്ള ഒരു പേജ് കൂടെ ഓപ്പൺ ആയിട്ട് വരും. ചില സമയത്ത് നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് നമ്മുടെ എമൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ നിങ്ങൾ ഫിംഗർ പ്രിന്റോ ഫേസ് ഐഡിയോ ഉപയോഗിച്ചുകൊണ്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത് എങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കും. അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള സമയം ഫേസ് ഐഡിയിലോ ഫിംഗർ പ്രിന്റിലോ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പഴയ മെത്തേഡായിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യാൻ മറക്കരുത്.